ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എത്ര തവണ കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന നാവിൽ അലിഞ്ഞു പോകും രുചിയിലുള്ള നല്ലൊരു മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കടലമാവാണ്. 1 കപ്പ് അളവിൽ ഞാനിപ്പോൾ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. മാവിലെ കട്ടകളൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചെയ്തേക്കണം. മാവെല്ലാം നന്നായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മാവ് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. മണമില്ലാത്ത എണ്ണ വേണം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നമുക്കിത് ഇതുപോലൊരു പാനിലേക്ക് ഒന്ന് ചേർക്കാം. കൂടെ 1/2 കപ്പ് അളവിൽ നെയ്യും കൂടി. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് സൺഫ്ലവർ ഓയിൽ തയ്യാറാക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നെയ്യിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിലാണ് കേട്ടോ ഈ നെയ്യും എണ്ണയും എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു അളവിലുള്ള എണ്ണ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരില്ല. കുറച്ച് അളവിൽ ബാക്കി വെക്കേണ്ടി വരും. അത് എന്നാലും നമ്മൾ ഈ ഒരു അളവിൽ എണ്ണ എടുക്കണം. എങ്കിൽ മാത്രമേ ചിലപ്പോൾ ചില മാവ് കുറച്ചധികമായിട്ട് എണ്ണ വലിച്ചെടുക്കും. അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ എണ്ണ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒരല്പം എണ്ണയുടെ മിക്സ് ഒന്ന് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കട്ടകളില്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് വെച്ചെടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ എണ്ണ ചേർത്തിട്ട് നന്നായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് പിന്നീട് നമ്മൾ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് മെൽറ്റായി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇങ്ങനൊരു സ്റ്റെപ്പ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ മൈസൂർ പാക്ക് തയ്യാറാക്കി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം ചെയ്ത് വെക്കേണ്ട കാര്യം നമ്മൾ സെറ്റ് ചെയ്യുന്ന ട്രേ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ട്രേയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു അല്പം നെയ്യ് ചേർത്തിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സെറ്റ് ചെയ്യേണ്ട ട്രേയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എണ്ണയും നെയ്യും നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കണം. എല്ലാ സമയത്തും എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. ഫ്ലെയിം നല്ല രീതിക്ക് കുറച്ച് വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് തന്നെ ഇങ്ങനെ വെച്ചിരിക്കാം. ഇനി മറ്റൊരു കടായിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കാം. കൂടെ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി. ഇനി നമ്മുടെ ഈ പഞ്ചസാര ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഒരു നൂൽ പരുവമാകണം. അതുവരെ നല്ല രീതിക്ക് ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു നൂൽ പരുവമായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ മാവിൻ്റെ മിക്സ് ചേർക്കാം. മാവിൻ്റെ മിക്സും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ പഞ്ചസാരയുടെ സിറപ്പിൽ മാവ് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും നമുക്ക് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. അതുപോലെ തന്നെ തീരെ ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വരട്ടെ. കൈ എടുക്കാതെ തന്നെ ഏകദേശം ഒരു 3-4 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ ആ മാവിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ടെക്സ്ചർ ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം. ചൂടോട് കൂടിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഓരോ തവണയും നമ്മൾ എണ്ണയുടെ മിക്സ് ചേർക്കുമ്പോഴും മാവ് ഇതുപോലെ എണ്ണ വലിച്ചെടുക്കും. അപ്പോഴത്തേക്കും പിന്നീട് ബാക്കിയുള്ള എണ്ണ കുറച്ചായിട്ട് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ വേണം കേട്ടോ നമ്മൾ മൈസൂർ പാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല ചൂടായിട്ടുള്ള എണ്ണ ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം നമ്മൾ മൈസൂർ പാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരുമിച്ച് ഒറ്റയടിക്ക് നമ്മൾ എണ്ണ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർക്കരുത്. എങ്കിൽ പിന്നെ ആ പാകം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും. കുറച്ച് എണ്ണ ചേർത്ത് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. മൈസൂർ പാക്ക് തയ്യാറാക്കാനായിട്ട് ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. ആകെ വരുന്നത് നമ്മൾ ഈ ഒരു പാകം മാത്രം, അതായത് അതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചറിലും ഈ ഒരു ടിപ്സിലൂടെ മാത്രം ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. ഒന്ന് കുറച്ച് വേണം വെക്കാനായിട്ട്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ മാറിപ്പോകും. ഇതാണ് ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. എണ്ണ ഇങ്ങനെ വെളിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് നേരെ തന്നെ ട്രേയിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. ഇനി ബാക്കി ഒരു 1/2 കപ്പ് അളവിൽ എണ്ണ ബാക്കിയുണ്ട്. അത് നമുക്ക് ആവശ്യമായിട്ടില്ല. വളരെ വേഗത്തിൽ തന്നെ നമ്മൾ ഈ ട്രേയിലേക്ക് ഒന്ന് മാറ്റിയേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഹാർഡായി പോകും. എന്നിട്ട് നമുക്ക് ലൈറ്റായിട്ട് മാത്രം ഇതിന് മുകളിൽ ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് പ്രസ് ചെയ്ത് കളയരുത്. പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ആ ഒരു ബബിൾസൊക്കെ ഒന്ന് താഴ്ന്നു പോകും. അതിൻ്റെ പേരിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മുകളിലൊക്കെ അൺഈവനായിട്ട് ഉണ്ടാവും. അത് നമുക്ക് സാരമില്ല.
ട്രേയിലേക്ക് മിക്സി ചേർത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിത് ഉടൻ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, നല്ല ഹാർഡായി പോകും, പിന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. 2 മിനിറ്റിൽ മാത്രമേ നമുക്ക് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിന് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതുപോലെ ഞാനിതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു 3-4 മണിക്കൂറോളം ഇതിങ്ങനെ ഇരിക്കണം. അതായത് നന്നായിട്ട് തന്നെ റൂം ടെമ്പറേച്ചറിൽ നിന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടുള്ളൂ. എന്നാൽ ശരി, ഇതിങ്ങനെ ഇരിക്കട്ടെ ഒന്ന്. ഇതിപ്പോൾ ഇങ്ങനെ ഇത് റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് റെഡിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി തട്ടി കൊടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. 2 ആഴ്ച വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പുറത്തും വെക്കാം, ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. 1 കപ്പ് കടലപ്പൊടി ഉണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് മൈസൂർ പാക്ക് തയ്യാറാക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് മൈസൂർ പാക്കല്ല നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ ചില്ലുകുപ്പിയിൽ നിന്നും വാങ്ങുന്ന മൈസൂർ പാക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ആയിട്ടുള്ളത്, ആ ഒരു മൈസൂർ പാക്കാണിത്. കുറച്ച് ഹാർഡായിട്ടുള്ള മൈസൂർ പാക്കാണ്. പലർക്കും അത് ഓർമ്മകളിൽ ഉണ്ടാവും. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു മൈസൂർ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.